ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഏകദേശം 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ്. അതായത് ദിയാഗയുടെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത അയലത്തെ ചേച്ചി എന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ സീരീസ് ഇറങ്ങിയത് കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും, കുറച്ച് പേര് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സീരീസിന്റെ റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ 1-2 ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു റിവ്യൂ വേണമെന്ന്. അപ്പോൾ എന്തായാലും സീരീസ് കണ്ടതിന് ശേഷം കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ റിവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ അയലത്തെ ചേച്ചി എന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഫോർമൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ് സീരീസിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 13 മിനിറ്റും 12 സെക്കൻഡും ആണ്. വെബ് സീരീസ് ആണല്ലോ, അതും ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. 13 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് എന്തായാലും തീർക്കാവുന്നേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാത്തൊരു ഡ്യൂറേഷനാണ്. ഈ 13 മിനിറ്റിനുള്ളിൽ തന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഡ്യൂറേഷൻ ഓക്കെ ഫീലാണ് പോയിരിക്കുന്നത്. പിന്നെ ഡബ്ബിങ്ങിനെ പറ്റി നോക്കുകയാണ്, ഡബ്ബിങ് ആൻഡ് ഡയലോഗ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്പോട്ട് ഡബ്ബിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതായത് വേറെ സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്യോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ആ ക്യാമറയുടെ മുമ്പിൽ എന്ത് പറയുന്നു അത് തന്നെയാണ് നമ്മളും കേൾക്കുന്നത്. കുറച്ച് ഡയലോഗ്സേ വരുന്നുള്ളൂ, അതും ഓക്കെ ഫീലാണ് പോയിരിക്കുന്നത്. ആ ഭാഗത്തേക്കും പ്രത്യേകിച്ച് കുറ്റക്കുറവൊന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഇതിനൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കഥാസാഹചര്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അയലത്തെ ചേച്ചി എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നതും. അത് എന്താ പറയുക, ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ട് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഒരു വെബ് സീരീസിന്റെ പ്ലോട്ടായിട്ട് പറഞ്ഞു പോകുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ബാക്കി എന്ത് സംഭവിച്ചു എന്നീ കാര്യങ്ങളൊക്കെ സീരീസ് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞ സീരീസ് കാണുമ്പോൾ കിട്ടുന്ന ആസ്വാദനം നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പോയിലറായി പോകാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ടെക്നിക്കൽ സൈഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എഡിറ്റിങ്ങും കട്ട്സൊക്കെ ഒന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഇൻഡോർ ഷൂട്ടിങ്ങാണ് മൊത്തമായിട്ട് വന്നിരിക്കുന്നത്. ഒരു റൂമിനകത്ത് കിടക്കുന്ന സംഭവങ്ങളാണ് കാണിച്ചു പോയിരിക്കുന്നത്. ഓക്കെ, ക്വാളിറ്റി വൈസും വലിയ കുഴപ്പമില്ലാത്ത രീതി സംഭവം പോയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ എന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ അതായത് കാണിച്ച് പോകുന്നുണ്ട് എല്ലാം തന്നെ. കാണിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. അതായത് എക്സ്ട്രീം ലെവലിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ എല്ലാ ഒറിജിനലിൽ തന്നെയാണ് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പുഷപ്പ് എടുക്കുന്ന രീതിയിൽ കാണിക്കുന്ന സംഭവമൊന്നുമല്ല, മനസ്സിലായെന്ന് തോന്നുന്നു. ജസ്റ്റ് പുഷപ്പ് പോലെ കാണിച്ചു പോകുമല്ല, എന്നാൽ ഇതിൽ ഒറിജിനലായിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. ഈ ഒരു വെബ് സീരീസിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒരു സീരീസിന്റെ അപ്ഡേറ്റ് വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ്സും കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാന്നറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം വീഡിയോയുടെ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ദിയാഗോയുടെ ആദ്യത്തെ സംവിധാനമാണ്. അതിൻ്റെതായ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടിയും ഓക്കെ ഫീലിൽ പോകുന്നുണ്ട്. സെക്കൻഡ് എപ്പിസോഡ് ഇതിനേക്കാൾ നല്ലതാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക.